കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് ചെന്നൈയെ അവരുടെ ഹോമിൽ പോയി തോൽപ്പിക്കുക എന്നുള്ളത്. പക്ഷേ ഇനി അത് പഴയ കഥയാണ്. കാരണം ഇന്ന് ആ ചരിത്രം തിരുത്തി കുറിക്കുന്നു. ചെന്നൈയിൻ FC-ക്കെതിരെ 3-1 എന്ന് പറയുന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ച് കയറുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സീസണിലെ ഏറ്റവും ബെസ്റ്റ് മാച്ചായിട്ട് വിലയിരുത്തപ്പെടുന്നത് എല്ലാ ആസ്പെക്റ്റിലും നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയിൻ FC-ക്കെതിരെ നടന്ന ഫസ്റ്റ് ലെഗ് മാച്ച്, അതായത് കൊച്ചി വെച്ച് നടന്നിട്ടുള്ള ഒരു മത്സരമായിരുന്നു. എന്നാൽ ഞാനത് മാറ്റി പറയുന്നു, അതല്ല ബെസ്റ്റ് മാച്ച്. ഇന്നത്തെ മത്സരം ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് മാച്ച്. ഈ ഒരു മത്സരത്തെ സംബന്ധിച്ച് നമുക്ക് ക്ലീൻ ഷീറ്റ് കിട്ടിയില്ല. ആ ഒരു മാച്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പം അടിച്ച ഗോളുകളുടെ എണ്ണമൊക്കെ കറക്റ്റ് ആയിരിക്കും. ഫോർ മീ നമുക്ക് ഒരു എൻജോയ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു ഗെയിം കാണുമ്പോൾ, നമ്മുടെ ടീമിൻ്റെ ഒരു കളി കാണുമ്പം, ആ ഒരു ടീം ഗെയിം എന്ന നിലയിലേക്ക് കാണുമ്പോഴത്തേക്കും എനിക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുള്ളൊരു മത്സരമായിരുന്നു ചെന്നൈയിൻ FC-ക്കെതിരെയുള്ള മത്സരം. ഞാൻ ചെന്നൈയിനെതിരെയുള്ള ഫസ്റ്റ് ലെഗിലും ഈ ഒരു കാര്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ നേരെ തിരിച്ചാണ്. സോ ഈ ഒരു മൊമെൻറ്റം ഇപ്പം ലൂണയൊക്കെ മത്സരത്തിന് ശേഷം പറഞ്ഞു ഇനി ഓരോ മത്സരം ഫൈനൽ പോലെ എന്ന നിലയ്ക്ക് തന്നെ കളിക്കണം. അപ്പോൾ ആ ഒരു മെൻറ്റാലിറ്റി നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു മത്സരത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയേണ്ടത്. ഗോളുകളിലേക്ക് വരുമ്പോൾ നമുക്ക് മത്സരത്തിൽ തന്നെ ആദ്യ മിനിറ്റുകളിൽ തന്നെ ഒരു ഗോള് സ്വന്തമാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അത് ഹെസൂസ് കോറുക്ക് കൊടുത്ത ബോളാണ്. കോറു റൈറ്റിലൂടെ റൺ നടത്തിയിട്ട് കോറുവിൻ്റെ കയ്യിൽ നിന്ന് പോയ ബോളാണ്. ഹെസൂസ് അങ്ങനത്തെ ഒരു ആംഗിൾ, സത്യം പറഞ്ഞാൽ ഞാനൊരു ഗോൾ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ആ ഒരു ആംഗിളിൽ നിന്ന് സെക്കൻഡ് പോസ്റ്റിലേക്കുള്ള ഒരു ഗോളാക്കിയാണ് ഹെസൂസ് മാറ്റി. അങ്ങനെ കളിയുടെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ 1-0 എന്ന് പറയുന്നൊരു ലെവലിൽ ബ്ലാസ്റ്റേഴ്സിന് മുന്നിലെത്താൻ സാധിച്ചു. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർടൈനിങ് ആയിട്ടുള്ള മാച്ച് തന്നെയാണ് നമ്മൾ കണ്ടത്. ഇപ്പം ചെന്നൈയിൻ FC-യുടെ ഭാഗത്തു നിന്നും അറ്റാക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഡോമിനേറ്റ് ചെയ്തത്. പക്ഷേ 36ാമത്തെ മിനിറ്റിലാണ് ചെന്നൈയിൻ FC-യെ സംബന്ധിച്ചിടത്തോളം ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുന്ന, ഒരു റെഡ് കാർഡ് വിൽമർ ഗില്ലിന് കിട്ടുന്നത്, പിന്നീട് 10 പേരായിട്ട് ചുരുങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. സോ അതിനിടയിലും ബ്ലാസ്റ്റേഴ്സിന് മികച്ച അവസരങ്ങൾ, ഇപ്പം ഹെസൂസിന് തന്നെ നല്ലൊരു 1-on-1 ചാൻസ് കിട്ടിയിരുന്നു. സോ ഇതൊന്നും അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന സാഹചര്യത്തിലേക്കൊക്കെയാണ് പോയത്. പിന്നീട് ആദ്യ പകുതി അവസാനിച്ചു എന്നുള്ള നിലയിലേക്ക് പോകുന്ന സമയത്താണ് രണ്ടാമത്തെ ഗോൾ വരുന്നത്. കോറു സിംഗ് ആണ് സീസണിലെ ആദ്യത്തെ ഗോൾ അദ്ദേഹം സ്വന്തമാക്കുന്നു. 4 അസിസ്റ്റുമായിട്ട് നിൽക്കുന്ന താരമാണെന്ന് നമുക്കറിയാം. എന്താണെങ്കിലും ISLൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ ഗോൾ സ്കോറർ എന്ന ലെവലിലേക്ക് കോറു സിംഗിന് മാറാനായിട്ട് സാധിച്ചു. എനിക്കൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ISL ഗോൾ സ്കോററാണ് കോറു സിംഗ് എന്നുള്ളതാണ്. ആ ഒരു ടീം ഗെയിമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യം പെപ്പറ ബോളുമായിട്ട് വരുന്നു, സ്പേസ് ഇല്ല, ലൂണയ്ക്ക് കൊടുക്കുന്നു, സ്പേസ് ഇല്ല, കോറുക്ക് കൊടുക്കുന്നു, കോറു അടിക്കുന്ന ഒരു ചെറിയ ഡിഫ്ലക്ഷൻ ഉണ്ടായിരുന്നു. എങ്കിലും കോറുവിൻ്റെ പേരിൽ ആ ഒരു ഗോൾ മാറ്റാൻ സാധിച്ചു. അങ്ങനെ ഒരു 2-0 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് എത്തി, കംഫർട്ടബിൾ ആയിട്ടുള്ള ലെവലിലേക്ക് എത്തി. കാരണം 10 പേരായിട്ട് ചുരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ചെന്നൈയിൻ FC ഉള്ളതെന്നുള്ളത് അറിയാം. അതിനുശേഷമാണ് പെപ്പറയുടെ ഗോൾ വരുന്നത്. അത് ലൂണയുടെ ഒരു ലെഫ്റ്റിലൂടെയുള്ള റണ്ണാണ്, നവച്ച് കൊടുത്തിട്ടുള്ള ബോൾ. അത് ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് എന്താ ഒരു ക്രോസാണ് കൊടുത്തത്. സത്യം പറഞ്ഞാൽ പെപ്പറയുടെ ഒരു ഷോട്ട് പ്രോപ്പർ പോലും ആയിരുന്നില്ല. പക്ഷേ എന്നിട്ട് കൂടി ആ ഒരു ഗോളാക്കി മാറ്റാനായിട്ട് സാധിച്ചു. അങ്ങനെയാണ് 3-0 എന്ന് പറയുന്നൊരു കംഫർട്ടബിൾ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ അവസാന മിനിറ്റിലാണ് വിൻസിയുടെ ഒരു ഗോൾ വരുന്നത്. അങ്ങനെയാണ് 3-1 എന്ന് പറയുന്നൊരു ലെവലിലേക്ക് മത്സരം മാറുന്നത്. പിന്നീട് പറഞ്ഞ പോലെ ചെന്നൈയിൻ FC-ക്കും അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കോർണർ ഷീൽഡ്സിന് കിട്ടിയിട്ടുള്ളൊരു അവസരം വളരെ മികച്ചതായിരുന്നു. അതല്ലാണ്ട് അവസരങ്ങളുണ്ടായിരുന്നു. ഈ ഒരു മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ സച്ചിൻ സുരേഷിൻ്റെ മികച്ച സേവുകൾ എടുത്ത് പറയേണ്ടതാണ്. ഇന്ന് ഒരു മിസ്റ്റേക്ക് പോലും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരു നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഓരോ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഡിഫെൻസീവ്ലി മിലോസ് ഇന്ന് നല്ല പെർഫോമൻസ് തന്നെയാണ് നടത്തിയത്. സന്ദീപിൻ്റെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഡിഫെൻസീവ്ലി ചില എറേഴ്സ് ഒന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഒഫൻസീവ്ലി നല്ല ക്രോസസ്, താരതമ്യേന ക്രോസസിൻ്റെ പേരിലാണല്ലോ അദ്ദേഹം പഴി വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഒഫൻസീവ്ലി കുറച്ചെങ്കിലും ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നവോച്ച ആസ് യൂഷ്വൽ നമ്മൾ എടുത്ത് പറയേണ്ട ഒരു ആവശ്യകത തന്നെ വരുന്നില്ല. ലൂണ 2 അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്ത് മികച്ച പെർഫോമൻസ് നടത്തി. കോറു സിംഗ് ആസ് യൂഷ്വൽ ഇന്ന് ഗോളും അടിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു ഇതിലാണ് ആദ്യത്തെ ഒരു ഗോൾ വരികയും ചെയ്ത്, അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ കൂടി. അമ്മാവി ആണെങ്കിൽ ആസ് എ ടീം പ്ലെയർ എന്ന നിലയിൽ ഒരു ആവറേജ് പെർഫോമൻസ് അദ്ദേഹം ഡിഫൻസീവിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത്. സാധാരണ നമ്മൾ സെക്കൻഡ് ഹാഫ് എടുക്കുമ്പോൾ ചില വണ്ടർ മൊമെൻറ്റ്സ് അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം പെർഫോം ചെയ്തു. പിന്നെ ഹെസൂസ് ടോപ്പ് പെർഫോമൻസ് അറിയാമല്ലോ. പെപ്ര മച്ചന്മാരെ ഒന്നും പറയണ്ട. കാരണം ഒരു അടിപൊളി കിടിലൻ മാച്ച് തന്നെയാണ് പെപ്രയുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്ന് അദ്ദേഹത്തിന് 1-2 അസിസ്റ്റ് പോലും ഡിസേർവ് ചെയ്തിരുന്നു. ആ ഹെസൂസിന് കൊടുത്തിട്ടുള്ളൊരു പാസ് ഉണ്ടായിരുന്നല്ലോ, അതൊരു ടോപ്പ്. അദ്ദേഹം ഒരു സെക്കൻഡ് സ്ട്രൈക്കറായിട്ട് കളിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു എഫക്റ്റീവായിട്ട് ഒരു 4-4-2 സിസ്റ്റത്തിൽ
വർക്കൗട്ട് ചെയ്യിച്ചിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു പെർഫോമൻസ് അദ്ദേഹം ചില ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ലോങ് ബോൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ടച്ച് കൊണ്ട് അത് നേടിയെടുക്കുന്നു, അദ്ദേഹം ബോഡി കൊണ്ട് ഷീൽഡ് ചെയ്യുന്നു, എന്നിട്ട് മുന്നോട്ട് പോകുന്ന ഇൻസിഡൻ്റ് ഒക്കെ അതൊരു ടോപ്പ് സംഭവമായിരുന്നു. ഇനി പറയേണ്ടത് ഡാനിഷ് ഫറൂഖിനെ പറ്റിയാണ്. കാരണം ലൂണയുടെ ഒരു പെർഫോമൻസ് ടോപ്പ് ക്ലാസ് തന്നെയായിരുന്നു, ഇന്ന് അദ്ദേഹമാണ് ഇന്നത്തെ ഹീറോ ഒക്കെ ശരിയാണ്. പക്ഷേ ഡാനിഷ് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. കാരണം സാധാരണഗതിയിൽ മിസ് പാസസിൻ്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കുന്ന ഒരു താരമാണല്ലോ ഡാനിഷ് ഫറൂഖ്. ഇന്ന് എടുത്തു നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മിസ് പാസ് കാണാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ വളരെ വളരെ ചുരുക്കമായിരിക്കും. എനിക്ക് തോന്നുന്നു 86% മറ്റോ ആണ് ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പാസിങ് ആക്യുറസി. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഡിഫെൻസീവ്ലി വർക്ക് റേറ്റ്, ഓഫ് ദ ബോളിൽ അദ്ദേഹത്തിൻ്റെ ഇത് അസായ ഒരു ഡിഫെൻസീവ് മിഡ്ഫീൽഡർ റോളിൽ തന്നെയാണ് കളിച്ചത്. കാരണം ഇന്നൊരു 4-4-2 പോലെ ലൂണയും അതുപോലെ ഡാനിഷ് ഫറൂഖുമാണ് ഒരു ഡബിൾ പിവറ്റ്സ് ആയിട്ട് കളിച്ചത്. അതിൽ കുറച്ചും കൂടി ഡിഫെൻസീവ് ഡ്യൂട്ടി എടുത്തിരുന്നത് ഡാനിഷ് ഫറൂഖ് തന്നെയാണ്. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആ ഡിഫെൻസീവ് ഡ്യൂട്ടി ആണെങ്കിലും ഓഫ് ദ ബോൾ ഇൻ്റർസെപ്ഷൻസ്, പാസസ്, ഇന്ന് അദ്ദേഹത്തിൻ്റെ നോലിക് പാസസ് വരെയൊക്കെ കാണാൻ സാധിച്ചു. അതുപോലെ ഒരു കിടിലൻ ത്രൂ ബോൾ ഹെസൂസിന് കൊടുത്തു, അത് ഗോളൊക്കെ അടിച്ചിരുന്നെങ്കിലുണ്ടല്ലോ ഒരു കിടിലൻ അസിസ്റ്റ് ഡാനിഷിൻ്റെ പേരിൽ കുറിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പെർഫോമൻസ് ഒരിക്കലും എടുത്ത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം നമ്മളിപ്പം പറയുമ്പം സെക്കൻഡ് ഹാഫിൽ വിബിൻ്റെ പെർഫോമൻസും അല്ലെങ്കിൽ ലൂണയുടെ ആദ്യം മുതലുള്ള മത്സരത്തിലുടനീളമുള്ള പെർഫോമൻസും, കോറുസിങ്ങിൻ്റെ പെർഫോമൻസും, ഹെസൂസിൻ്റെയും സച്ചിൻ്റെയും അല്ലെങ്കിൽ ഓരോ താരത്തിൻ്റെ പറയുമ്പോഴും ഡാനിഷിൻ്റെ ഒരു പ്രകടനം, അദ്ദേഹത്തിൻ്റെ ആ ഒരു മിഡ്ഫീൽഡിൽ ആ ഒരു റോൾ എത്ര ഭംഗിയായിട്ടാണ് അദ്ദേഹം നിർവഹിച്ചത് എന്നുള്ളത് ഒരിക്കലും പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. അദ്ദേഹത്തിന് തുടർന്നും അത് നടത്താനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ ഈ ഒരു മത്സരത്തിലുണ്ടായിട്ടുള്ള ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻ്റ് ആണ്, നോവ ഈ ഒരു മത്സരത്തിൽ ഫസ്റ്റ് 11 കളിച്ചിട്ടില്ല. പരിക്കല്ലാതെ എനിക്കൊന്ന് ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ ബെഞ്ചിൽ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു എനിക്ക് വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നത് ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജോടുകൂടിയാണ് അദ്ദേഹം ഒരു ഫീൽഡിലേക്ക് വന്നത്. പിന്നെ ഒരു ചാൻസ് ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ 3 ഗോളിന് മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ കൂടി അവിടെ ഇഷാൻ പണ്ഡിത വളരെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒരു സെൽഫിഷ്നെസ് കാണിച്ചു. അത് ഒരു ടാർഗറ്റിൽ പോലും വന്നില്ല. ആ ഒരു ഇൻസിഡൻറ്റിൻ്റെ പേരിൽ ലൂണയും നോവയും തമ്മിൽ അടിയുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. പറഞ്ഞല്ലോ, ഒരു അൺഫോർച്ചുനേറ്റ് ആണ്, ഒരിക്കലും നടത്താൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസമാണെങ്കിലും നോവയുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം പറഞ്ഞതാണ്. അദ്ദേഹം ഒരു ഇൻഡിവിജ്വലി നല്ല പ്ലെയർ തന്നെയാണ്, ആ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയമൊന്നുമില്ല. പക്ഷേ അദ്ദേഹം ടീം കളിക്കുമ്പോഴത്തേക്കും ഒരു ടീമിൻ്റെ പെർഫോമൻസ്, ഒരു ടീം ഗെയിമിൽ അത് എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ള ഒരു ഫാക്ടർ അത് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. സോ ഇന്ന് നമ്മുടെ ആസ് എ ടീം പ്ലേ എന്ന നിലയിൽ നമ്മൾ ആ ഒരു കളിയെ വിലയിരുത്തുമ്പോഴത്തേക്കും അത് നമുക്ക് കുറച്ചും കൂടിയൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ ലൂണ പറഞ്ഞിട്ടുള്ള കാര്യം, അദ്ദേഹം ക്യാപ്റ്റനാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല, അത് ഡ്രസ്സിംഗ് റൂമിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പോൾ അത് ആ ഒരു ഹീറ്റ് ഓഫ് ദി മൊമെൻറ്റിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പെർഫോമൻസ്, ഈ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഒരു മാച്ചിലെന്നുള്ളതല്ല, എല്ലാ മത്സരത്തിലും നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെജോറിറ്റി ഓഫ് മാച്ചസിൽ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ പോലെ പോയിൻറ്റ്സ് നേടാനും നമുക്ക് മുന്നോട്ട് പോകാനും ഒക്കെ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇന്നത്തെ ചേഞ്ചസും നമുക്ക് സ്പോട്ട് ഓൺ ചെയ്യേണ്ട ചേഞ്ചസ് തന്നെയാണ്. ഇപ്പോൾ വിപിൻ വന്നിട്ട്, വിപിൻ ഇന്ന് എനിക്ക് തോന്നുന്നു ഈ സീസണിൽ തന്നെ ഏറ്റവും മികച്ച മൊമെൻറ്റ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഒരു മത്സരത്തിലാണ്. പിന്നെ ഹോമിപ്പാം ഒരു യെല്ലോയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് അവിടെ ഡിഫൻസ് സ്ട്രോങ് ആക്കാൻ നമ്മൾ 3 ഗോളിന് മുന്നിൽ നിൽക്കാവുന്ന സാഹചര്യത്തിൽ ഡൂസാൻ ലഗത്തോറിനെ കൊണ്ടുവരുന്നത്. അതിൽ ഇഷാൻ പണ്ഡിത ഇഞ്ചുറി കഴിഞ്ഞ് വരുവാണ്, അദ്ദേഹത്തിന് ആ പറഞ്ഞ പോലെ മിനിറ്റ്സ് കൊടുക്കാവുന്ന സാഹചര്യത്തിൽ കൊണ്ടുവരുന്നത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഈ ഒരു മത്സരത്തെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇത്രയും നാൾ ചെന്നൈയിൽ പോയി വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒരു മലയാളി കോച്ചിൻ്റെ അണ്ടറിൽ തന്നെ ഇന്ന് തോമസ് പോലും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു. മലയാളി കോച്ചായിട്ടുള്ള പുരുഷോത്തമൻ്റെ അണ്ടറിൽ ആ ഒരു ചരിത്ര നേട്ടം സാധ്യമാകുന്നു എന്നുള്ളതാണ് ആസ് എ ഹോൾ പറയേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും. ശരിക്കും